ഒന്നും കഴിക്കാൻ പറ്റാതെ, ഒന്നും സംസാരിക്കാൻ പോലും പറ്റാതെ 2.25 വർഷം ICUവിലേക്കും വാർഡിലേക്കും ഇങ്ങനെ മാറി മാറി കഴിഞ്ഞ കാലം. അങ്ങേയറ്റം ഭീകരമായ അവൻ്റെ വേദന ഞാൻ അറിയുമായിരുന്നു. ഒപ്പം കിടക്കാൻ അനുവാദമുണ്ടായിരുന്നെങ്കിലും അവൻ ഒറ്റയ്ക്കാണ് കിടന്നത്. പലപ്പോഴും ശരീരത്തിൽ തട്ടി വിളിക്കും. ഞാനിങ്ങനെ നോക്കി വിഷമിക്കുമ്പോൾ അവൻ ചിരിക്കും. അവസാന ഘട്ടത്തിൽ എനിക്ക് അത്ഭുതം തോന്നിയത് തൊണ്ടയിലെ പുണ്ണിങ്ങനെ വളർന്നു വന്നു രക്തമൊക്കെ പോയി കഴിഞ്ഞ് ശരീരത്തിലാകെ പുഴുക്കളായിരുന്നു. പുഴുക്കളിങ്ങനെ നുരയ്ക്കുകയായിരുന്നു. അതിനെയെല്ലാം പെറുക്കി കളയണം. പുഴുക്കളെ കാണുമ്പോഴും അവൻ ചിരിക്കും. ദൈവമേ, എൻ്റെ മനസ്സിന് ശക്തി കൊടുത്തത് മുഴുവൻ അവനാണ്. അവൻ ഞങ്ങളെ പരമാവധി സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അവൻ നന്നായി പാചകം ചെയ്യുമായിരുന്നു. അച്ഛനും അമ്മയും നല്ല ഭക്ഷണം കഴിക്കണമെന്ന് അവന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നത് അവൻ തന്നെയായിരുന്നു. അവൻ്റെ ഒരു സാഹചര്യത്തിൽ അവനെല്ലാം അനുഭവിച്ച് തീർത്തങ്ങ് പോയി. കാലം കഴിഞ്ഞു. ഇനി മുക്തിയാണ്. അത് പരിപൂർണമായി വിശ്വസിക്കുകയാണ് ഞാൻ. ഭീകരമായ സമയത്ത് പോലും അവന് ചിരിക്കാൻ സാധിച്ചുവെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കാനായിരുന്നു അത്. ജീവിതമുണ്ടായിരുന്നെങ്കിൽ അവൻ ഇനിയും അനുഭവിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് ഉറപ്പാണ്, അവൻ ഇനി ജീവിതമില്ല. അവൻ ആത്മാവിൽ ലയിച്ചു. ഞാനത് ശരിക്കും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എനിക്ക് സങ്കടവുമില്ല. എന്തും താങ്ങാൻ എന്നെ അങ്ങനെ ആക്കിയെടുത്തത് അവനാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല. ചെറിയൊരു കാര്യം മതി, എളുപ്പത്തിൽ ഞാൻ തകരും. എനിക്ക് അവൻ്റെ മരണം പോലും താങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അനുഭവിക്കാനുള്ളത് മുഴുവൻ അവൻ അനുഭവിച്ചു കഴിഞ്ഞു. എത്രയോ ജന്മജന്മാന്തരങ്ങളായി സ്വരൂപിച്ച പല കാര്യങ്ങളിലൂടെയാണ് അവനായ അസുഖം വന്നത്. അതെല്ലാം അവൻ അനുഭവിച്ചു തീർത്തു. അവൻ കൂടുതൽ മരണത്തിലേക്ക് അടുക്കുമ്പോഴൊക്കെ ഞാൻ ബാത്റൂമിൽ പോയി വാതിലടച്ചിട്ട് പൊട്ടിക്കരയുമായിരുന്നു. ഇപ്പോഴും അതെ, ഇന്നും അതെ. ഒരുപാട് നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വിവാഹം കഴിഞ്ഞ് 5.5 വർഷം കഴിഞ്ഞാണ് അവൻ ഞങ്ങൾക്ക് പിറന്നത്. അവൻ്റെ സാന്നിധ്യം തന്നെയാണ് ആശുപത്രി കിടക്കയിൽ ഒപ്പം നിൽക്കാൻ എനിക്ക് കരുത്തായത്. അങ്ങനെ ഒരു മകനുണ്ടായതിൽ തീർച്ചയായും അങ്ങേയറ്റം ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ പൂർവജന്മ സുഹൃത്തമാണവൻ. അവൻ എങ്ങും പോയിട്ടൊന്നുമില്ല. ഫിസിക്കലായി ഇല്ലെന്നേ ഉള്ളൂ. ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എനിക്കവനൊന്ന് കാണാൻ പറ്റുമോ? ഇരുട്ടത്തിരിക്കുമ്പോൾ, കോടനാട്ടെ അവൻ്റെ മുറിയിലിരിക്കുമ്പോൾ നിഴല് പോലെങ്കിലും അവനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കാണാനാവുക? എല്ലാം വെറും തോന്നലായിരിക്കും. കാണാനാകുമെന്ന് വിശ്വാസമില്ലെങ്കിലും കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പ്രേതങ്ങളെ എനിക്ക് വലിയ പേടിയായിരുന്നു. ഇപ്പോ അതില്ല. ഇപ്പോ അങ്ങനെ ഒരു മോഹമുണ്ട്. എന്തുകൊണ്ട് അവനെ കാണാൻ കഴിയുന്നില്ല? പക്ഷേ എന്തോ എനിക്കതിന് പറ്റുന്നില്ല. മലയാളത്തിലെ പ്രമുഖ നടനും സംവിധായകനുമായ ശ്രീ രാഘവൻ കാലമെത്താതെ പിരിഞ്ഞുപോയ തൻ്റെ മകനും നടനുമായ ശ്രീ ജിഷ്ണുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാതൃഭൂമിയുമായി പങ്കുവച്ചതിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ.